ഗൈസ് വീണ്ടും നമ്മൾ തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഒട്ടുമിക്ക ട്രിപ്പും കൂടുതലും പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. ഞാനും അബിയും കൂടെ രാവിലെ നേരം വെളുത്ത് 6 മണിക്ക് പീരുമേട് ചെല്ലുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീഡിയോയിലും അബിനെ കാണിക്കണം എന്ന് പറയുന്നുണ്ട്, പക്ഷേ ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേനും അബി ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 6 മണി 6:30 ആയിക്കാണ്ടോ. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് വെളുപ്പിന് ഇറങ്ങിയതാണ്, ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. വെളുപ്പിന് ഒരു 3 മണി സമയത്തെങ്ങാണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടുന്ന് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടി ഫോട്ടോ എടുക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. അപ്പോഴാണ് വീഡിയോ ആണ്, പിന്നെ ഞാൻ വ്ളോഗിലും ആഡ് ചെയ്തിട്ടോ. എന്തായാലും ചായ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും തമിഴ്നാടിൻ്റെ പാതയോരങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിലേക്ക് കിടക്കുമ്പോൾ കുമളി റൂട്ടും ആ ചെക്ക് പോസ്റ്റും ഞാൻ ഷൂട്ട് ചെയ്തില്ല. ആ സമയത്തൊക്കെ കിടന്ന നല്ല ഉറക്കമായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും എൻ്റെ കൂടുതൽ ട്രിപ്പും നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാം, കൂടുതലും തമിഴ്നാട്ടിലേക്കായിരിക്കും. അതർ സ്റ്റേറ്റ് ട്രിപ്പ് വരുന്നത് ഏകദേശം കൂടുതലും തമിഴ്നാട്ടിലേക്കായിരിക്കും. കർണാടക ബാക്കി സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും കൂടുതലും ഞാൻ ഇങ്ങോട്ടാട്ടോ വരുന്നത്, അതും കമ്പത്തിലേക്കാട്ടോ വരുന്നത്. എന്താ നേരത്തില്ല കമ്പമായിട്ട് ചെറിയ അറ്റാച്ച്മെൻറ്റ് കിട്ടും. 2025 ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് കമ്പത്ത് വരുന്നത്. 2024 2 തവണ 3 തവണ എങ്ങാണ്ട് നമ്മൾ ടെൻ്റ് അടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. എൻ്റെ ഈ തൊട്ട് പുറകിൽ ടീഷർട്ടിൻ്റെ ഏതൊരു ഓഫർ എന്ന് പറഞ്ഞാൽ പുതിയ കട പണിയുന്നുണ്ടെന്ന് തോന്നുന്നു. പുതുതായിട്ട് പണിത് വരുന്നുള്ളൂ, അപ്പോഴത്തേനും ഫ്ലെക്സൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ചെറിയ റൂട്ടാണെങ്കിൽ പോലും ഇതുവഴി തമിഴ്നാടിൻ്റെ ബസ്സുകൾ കടന്നു പോകുന്നുണ്ടോ. കമ്പത്തുള്ള ഏതൊരു വീട്ടുമുറ്റത്താണ് കേട്ടോ. നല്ല പൂന്തോട്ടമൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ലൈറ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഒരു ക്യാമറ ഫ്രെയിം അങ്ങ് വെച്ചെന്നുള്ളൂ. നല്ല വൃത്തിയായി ക്ലീനായി നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. കടകളും മറ്റും ഏകദേശം തുറന്നു വരുന്നുള്ളൂ. ഞങ്ങൾ ചെന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 7 മണി 7:30 ആ ഒരു സമയമൊക്കെ ആയതുള്ളൂ. തമിഴ്നാടിൻ്റെ പൊതുവെയുള്ള സ്വഭാവങ്ങൾ ഒന്നാണല്ലോ ഇത്. തിക്കും തിരക്കിലും വലിയ ബസ്സാണെങ്കിലും ചെറിയ ബസ്സാണെങ്കിലും ഇടിച്ചു കുത്തി പോകുന്നു. അതുകൊണ്ട് രാവിലെ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അതിന് പുറമെ ഈ പശുക്കളും കാളുകളും മറ്റു ഓട്ടോറിക്ഷകളും വണ്ടികളും എല്ലാം ഉണ്ടായിരുന്നു. ഈ പമ്പിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ. 2021 ലാസ്റ്റായിട്ട് ഞാൻ ഈ പമ്പിൽ കയറുന്നത്. കൊടൈക്കനാൽ പോണ വഴിക്ക് ഇവിടെ ഇറങ്ങിയ കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. വേസ്റ്റുകൾ കുന്നുകൂട്ടിയിട്ട് കത്തിക്കുന്ന ഭാഗമാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയും കാടുമൊന്നും അല്ല കേട്ടോ. തമിഴ്നാടിൻ്റെ മെയിൻ സോഴ്സായ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി പണിതിട്ടിരിക്കുന്ന ഒരു കളവാണ് കേട്ടോ. എന്താണെന്ന് പ്രോപ്പറായിട്ട് എനിക്കറിയത്തില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കമ്പത്തെത്തി കഴിഞ്ഞാൽ മെയിനായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത്. ഇതിപ്പോൾ 2-3 വട്ടമാണ് മുന്തിരിത്തോട്ടത്തിൽ ഇറങ്ങുന്നത്. ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എംഫോടെക്കിൻ്റെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. ഇവിടെ മുന്തിരിത്തോട്ടം മാത്രമല്ല കേട്ടോ, ചെറിയൊരു ബേഡ് സാഞ്ചുറീസ് ആണ്, പിന്നെ സ്നേക്കിനെയൊക്കെ കയ്യിലെടുക്കുന്ന സെറ്റ് കൂടെ ഉണ്ട് കേട്ടോ. 2 ആഴ്ച മുന്നേ വന്ന കമ്പയാത്രയിൽ അബി വന്നിട്ടില്ലായിരുന്നു. ഒരു അടിപൊളി മുന്തിരിത്തോട്ടം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത്. 3 വർഷം മുന്നേ വന്നപ്പോഴും മുന്തിരിക്ക് ഒരേ റേറ്റ് തന്നെയാണ്, ഇപ്പോഴും ഒരേ റേറ്റ് ഉണ്ട്. കിലോയ്ക്ക് 100 രൂപ വെച്ചാണ് മുന്തിരിക്ക് റേറ്റ് വരുന്നത്. പക്ഷേ അതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം അവർ മാറ്റിയിരിക്കുകയാണ്. 5 കിലോയ്ക്ക് 500 രൂപ, 3 കിലോയ്ക്ക് 300 രൂപ എന്നുള്ള സെക്ഷനിലാണ്. ഞാനത് പറഞ്ഞാൽ വേറൊന്നുമല്ല, മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് തന്നെ ബോക്സ് പീസ് ആയിട്ട് കൊടുക്കുന്നില്ല. നേരത്തെ 100 രൂപയ്ക്ക് ഒരു ബോക്സ് കിട്ടുമായിരുന്നു, ഇപ്പോഴും കിട്ടും, പക്ഷേ എല്ലായിടത്തും ഒന്നും കൊടുക്കുന്നില്ല. അതാണ് പറഞ്ഞത്, ഇപ്പോൾ 500 രൂപയുടെ ബോക്സും 300 രൂപയുടെ ബോക്സും മാത്രമേ ഉള്ളൂ. മുന്തിരി വളർന്നു വരുന്ന സമയം കൊണ്ട് തന്നെ അതിനെ അവർ പരിചരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മുന്തിരി കഴിക്കാൻ തോന്നില്ല. കാരണം അതുപോലെ കൊടിയ വിഷമാണ് കീടാണുക്കളെ നശിപ്പിക്കാനായിട്ട് അവർ ഒഴിക്കുന്നത്. അങ്ങനെ ഒരുപാട് നാളുകൾ കൂടി വീണ്ടും നമ്മൾ ഈ ചെടി കണ്ടെത്തിയിരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഈ ഇതളയിൽ ഇങ്ങനെ പേരെഴുതുന്ന, അടിപൊളിയാണ്. എന്തായാലും കമ്പത്ത് വരുന്നാൽ നമ്മൾ മുന്തിരി മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ പിന്നെ മുന്തിരിയുടെ കുറച്ച് തൈ മേടിച്ചുകൊണ്ട് പോകാമെന്ന് ഓർത്താണ് ഈ കട കയറിയത്. 30 രൂപയാണ് ഒരു തൈക്ക് വരുന്നത്. ഞാൻ ഏകദേശം 3-4 തൈ മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ കൊണ്ട് വളർത്താനായിട്ട്. അങ്ങനെ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഒരു ഐസ്ക്രീം മേടിച്ച് അവിടെ നിൽപ്പായി. ക്യാമറ ഓണാക്കി നിന്നപ്പോഴാണ് കുറേ സാഹിബുമാർ ക്യാമറ ഓണാക്കി വരുന്നത്. അവരും എന്തോ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. എൻ്റെ ഈ ഇടത്തും വലത്തും കാണുന്ന മലയാളികളുടെ ഹോട്ടലാണ് കേട്ടോ. മലയാളി ഹോട്ടൽ, കേരള ഹോട്ടൽ എന്നുള്ള പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്ന കഴിഞ്ഞപ്പോഴാണ് വഴിയോരങ്ങളിലെ ഈ കാഴ്ചകൾ കാണുന്നത്. രാമക്കൽമേട് നോക്കിക്കഴിഞ്ഞാൽ ഈ വഴിയും ഈ സൈഡിൽ കാണുന്ന കൃഷിപ്പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഇതാണ്. ഇപ്പോൾ വാഴക്കൃഷിയുടെ സീസണാണെന്ന് തോന്നുന്നു. എൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫുള്ള് വാഴകളാണ്. മുന്തിരിയുടെ സീസണൊക്കെ ആവുന്നുള്ളൂ. ആ കാണുന്ന ഒരു തോട്ടം ഞാൻ സൂം ചെയ്ത് വെച്ച് വേറൊന്നുമല്ല, നമ്മൾ ടെൻറ്റ് സ്റ്റേ അടിച്ചത് അവിടെയാണോ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത്. അങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ കാണിക്കാത്തത് നിങ്ങളെ ഇപ്പോൾ കാണിക്കും. മിക്കവരും കണ്ട സാധനമാണ്. നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കടത്തി വിടുന്നതാണ് കേട്ടോ ഇത്. കമ്പത്തിനവിടെ നിന്ന് ഈ ചുരം കയറി നേരെ പോകുന്നത് കുമളിക്കാണ് കേട്ടോ. കുമളി റൂട്ടിൽ നിന്ന് വരുന്ന വണ്ടികളാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള മിക്ക ഭക്ഷ്യവസ്തുക്കൾ, ധാന്യങ്ങളെല്ലാം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതും ഇതുവഴിയാണ് കേട്ടോ. സൂം ചെയ്ത് കുറേ നേരം പിടിച്ചിരുന്നു കേട്ടോ. ചുരം കയറുന്ന വഴിക്ക് നമ്മൾ കമ്പത്തിൽ നിന്ന് വരുന്ന റൂട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. നമ്മൾ ഇറങ്ങിയ മുന്തിരിത്തോട്ടം കാര്യങ്ങളൊക്കെ അത് കാണാൻ വേണ്ടി സൂം ചെയ്ത് പിടിച്ചത്. പക്ഷേ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ ക്യാമറ കിട്ടിയില്ല കേട്ടോ. ഇതിൽ കാണുന്ന ഒരു വൈറ്റ് പോർഷനില്ല, അതാണ് നമ്മൾ ഇറങ്ങിയ ഒരു സ്ഥലവും റൂട്ട് മാപ്പ് കറക്റ്റ് ക്യാമറ കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കമ്പത്തിൽ നിന്ന് നേരെ ചുരം കയറി കുമളി വഴി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു പോർഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ബോറടിച്ചിട്ടോ. കാരണം നമ്മളിതിലെ സ്ഥിരം വ്ളോഗ് എടുക്കാനായിട്ട് വരുന്നതാണ്. ഇവിടെ നിറച്ച് കാപ്പിത്തോട്ടം ഉണ്ട്. കുമളിയും കഴിഞ്ഞപ്പോഴത്തേനും തമിഴ്നാട്ടിൽ വന്നപ്പോൾ വാഴത്തോട്ടം, ഇവിടെ വന്നപ്പോൾ കാപ്പിത്തോട്ടം. ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ സൈഡിൽ കണ്ട ഒരു ഷോപ്പിൽ കയറിയതാണ്. ചെറിയൊരു തേയിലപ്പൊടിയൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല നമ്മുടെ കാട്ടുള്ളി തൈലം ഉണ്ടല്ലോ, മണത്ത് കഴിഞ്ഞാൽ തലയടിച്ച് പോകുന്നത്. നിർഭാഗ്യം വെച്ചാൽ അതവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നിരിക്കുകയാണ്. എന്തായാലും ഇനിയും മനോഹരമായ മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം.